നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആശ്വാസ് കുടുംബസുരക്ഷാ പദ്ധതിയിൽ 5ാം ഘട്ട ധനസഹായ വിതരണം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു. വടകര MP കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരികളുടെ കുടുംബത്തിന് മരണാനന്തരം നൽകുന്ന ആശ്വാസ് കുടുംബസുരക്ഷാ പദ്ധതി 5ാം ഘട്ട സഹായ വിതരണം പേരാമ്പ്ര ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. ആശ്വാസ് ചെയർമാൻ AVM കബീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വടകര MP കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശ്വാസ് കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര യൂണിറ്റ് നൽകുന്ന സഹായത്തിൻ്റെ 5ാം ഘട്ടമാണ് ഇവിടെ നിർവഹിക്കുക. ഇത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, കാരണം നിങ്ങളൊക്കെ ഇതിൽ അംഗങ്ങളാണില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ തുടക്കം മുതൽ ഈ സംഘടനാ നേതൃത്വമൊക്കെ അടുത്ത ബന്ധം നടത്തിയ ഒരാളാണ്. അടുത്ത കാലം വരെ കോഴിക്കോട് ഏത് ചടങ്ങ് നടത്തണമെങ്കിലും കോഴിക്കോട് ടൗൺ ഹാളും മറ്റേ ടാഗോർ സെൻട്രൽ ഹാളും ടൗൺ ഹാളും കഴിഞ്ഞാൽ ഒരു ഇടത്തരം പരിപാടിയൊക്കെ അടുത്ത കാലങ്ങളിൽ നടത്തിയിരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കോഴിക്കോട് നഗരത്തിലുള്ള നമ്മുടെ ഹാളിൽ വെച്ചിട്ടാണ് നടത്തിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സംഘടനക്കാരന് അവിടെയാണ് സമ്മേളനം നടത്തുന്നത്. 1989 ഞാൻ ആദ്യം മത്സരിക്കുമ്പോൾ അന്ന് മിക്ക ഇലക്ഷൻ കമ്മീഷണർ ഹാളായിരുന്നു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് മുഖ്യാതിഥിയായി. ബാപ്പു ഹാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഷ്റഫ് മൂത്തേടത്ത്, അമീർ മുഹമ്മദ്, ഷാഫി, M ബാബു, സലീം രാമനാട്ടുകര, ഏരത്ത് ഇക്ബാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 5 പേരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ചടങ്ങിന് ഷെരീഫ് ചീക്കിലോട് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് മുഖ്യാതിഥിയായി. ബാപ്പു ഹാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഷ്റഫ് മൂത്തേടത്ത്, അമീർ മുഹമ്മദ്, ഷാഫി, M ബാബു, സലീം രാമനാട്ടുകര, ഏരത്ത് ഇക്ബാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 5 പേരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ചടങ്ങിന് ഷെരീഫ് ചീക്കിലോട് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.